ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബീട്രൂട്ട് ചെറുതായി ഗ്രേറ്റ് ചെയ്താണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. പൊടികളുടെ പച്ചമണം പോകുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ല പൊടിയാക്കി വെച്ചതാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കുറച്ച് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയതാണ്. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് പൊടിയാണ്, ബ്രെഡ് ക്രംസ്. ഇനി എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കണം നോക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയെ ഇതേപോലെ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കാം. ആദ്യം ഇതുപോലെ ഷേപ്പ് ആക്കിയതിന് ശേഷം മൈദമാവിലൊന്ന് മുക്കിയെടുക്കാം. ഇപ്പോൾ മൈദമാവിൽ മുക്കിയിട്ടുണ്ട്. അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ വറുത്ത് പോരാം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് വറുത്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ മസാലയൊക്കെ നേരത്തെ വേവിച്ച കാരണം അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല മൊരിഞ്ഞ നല്ല അടിപൊളി വെജിറ്റബിൾ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് സോസിലും മുക്കിയിട്ട് നല്ല കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ക്രിസ്പി ആയിട്ട് കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.